വല്ലാതെ വിറയ്ക്കുന്നുണ്ടല്ലോ. ഈ തണുപ്പത്ത് ഇവിടെ ഇങ്ങനെ ഇരിക്കാതെ അകത്തേക്ക് പൊയ്ക്കൂടെ? പോണം. ഇതാ ഈ പുതപ്പ് കൊണ്ട് പുതച്ചോളൂ. വേണ്ട, ഇത്തിരി നേരം കൂടി ഇവിടെ ഇരുന്നിട്ട് ഞാൻ അകത്തേക്ക് പോകും. കിടന്നാലും ഉറക്കം കിട്ടില്ല. എല്ലാവരും സ്വന്തക്കാരെ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ ഞാനൊരാൾ ഇവിടെ മാത്രം സ്വയം കണ്ടെത്താനുള്ള ശ്രമത്തിലല്ലേ? നിങ്ങളുടെ ഭാര്യയെയും മോനെയും കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? എത്ര ദുരിതാശ്വാസ ക്യാമ്പുകളിലും ആശുപത്രികളിലും കയറിയിറങ്ങി ഞാൻ. ഒരു വിവരവും കിട്ടിയില്ല. ഇനി എവിടെ തിരയണം എന്നറിയില്ല. ഉരുൾപൊട്ടൽ എന്നെ കൂടെ അങ്ങ് കൊണ്ടുപോയിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോകുന്നു. അവർ സുരക്ഷിതരായി നിങ്ങളെയും കാത്ത് ഏതെങ്കിലും ക്യാമ്പിലോ ഹോസ്പിറ്റലിലോ ഉണ്ടാവും. വിഷമിക്കാതിരിക്കൂ. ആരെയാണ് തിരയേണ്ടതെന്നെങ്കിലും അറിയാമല്ലോ നിങ്ങൾക്ക്. എൻ്റെ കാര്യം ഓർത്തു നോക്കൂ. ഉരുൾപൊട്ടൽ ഇല്ലാതാക്കിയത് എൻ്റെ ഇന്നലകളെയല്ലേ? ഞാൻ ആരാണ്, എന്താണ് എന്നൊന്നും ഓർമ്മയില്ലാത്ത ദയനീയമായ അവസ്ഥയിലേക്ക് എന്നെ തള്ളിയിട്ടില്ലേ അത്? ഞാൻ പോയ ക്യാമ്പുകളിലും ആശുപത്രികളിലുമൊക്കെ കണ്ട കരളലിയിക്കുന്ന കാഴ്ചകൾ ഓർക്കുമ്പോഴും അതുപോലെ ഭൂതകാലം എന്തെന്നറിയാതെ നീറുന്ന തൻ്റെ ഈ വേദന കാണുമ്പോഴുമൊക്കെ എനിക്കത് ബോധ്യമാവുന്നുണ്ട്. പക്ഷേ എൻ്റെ പൊന്നുമോനെയും ജെന്നിയെയും ഓർക്കുമ്പോൾ ചങ്ക് പിടയുകയാണ്. എങ്ങനെയാ ഞാൻ മണ്ണിൽ പൊതിഞ്ഞ് ബോധമില്ലാതെ കിടന്നിരുന്ന എന്നെ ഏതോ പുഴയുടെ തീരത്തു നിന്നാണ് രക്ഷാപ്രവർത്തകർ കണ്ടെടുത്തത്. 2 ആഴ്ച ബോധമില്ലാതെ ആശുപത്രിയിൽ കിടന്നത്രേ. പോലീസും ആശുപത്രിക്കാരും പറഞ്ഞ അറിവുകളാണ് ഇതൊക്കെ. ആശുപത്രിയിൽ ബോധം തെളിഞ്ഞ നിമിഷം മുതലുള്ള ഓർമ്മകളെ എനിക്കിപ്പോൾ ഉള്ളൂ. എനിക്ക് ആരൊക്കെയുണ്ട്? ഭാര്യയുണ്ടോ? മക്കളുണ്ടോ? കുടുംബക്കാരുണ്ടോ? എന്താ എന്നെ തിരിഞ്ഞ് ആരും വരാത്ത? അതോ ഞാൻ അനാഥയാണോ? ആരോടാ ഞാൻ ചോദിക്കുക? ആരെയാ ഞാൻ വിശ്വസിക്കുക? എന്തിനാ ദൈവമേ എന്റെ ജീവൻ ബാക്കി വെച്ചത്? ഒരു കണക്കിന് ഓർമ്മകൾ മാഞ്ഞുപോയതൊരു ഭാഗ്യമാണ്. ആ ഭീകര രംഗങ്ങൾ വീണ്ടും വീണ്ടും ഓർമ്മയിൽ വന്ന് വേട്ടയാടില്ലല്ലോ. പല ഭാഗത്തും ഉരുൾപൊട്ടി എന്ന വിവരം അറിഞ്ഞിട്ട് പ്രധാനപ്പെട്ട രേഖകളും അത്യാവശ്യ സാധനങ്ങളും എടുത്ത് ഞാനും ഭാര്യയും മോനും വീടും പൂട്ടി കാറിൽ കയറാൻ നിൽക്കുമ്പോഴാണ് ഭീകര ശബ്ദത്തോടെ എന്തോ പൊട്ടുന്നതായി അനുഭവപ്പെട്ടത്. നോക്കുമ്പോൾ മലയൊന്നാകെ കലിതുള്ളി സകലതും തച്ചു തകർത്ത് താഴേക്ക് കുതിച്ചു വരും. ഒന്നേ നോക്കിയുള്ളൂ, അവരുടെ കൈപിടിച്ച് സകല ജീവനുമെടുത്ത് പരമാവധി വേഗത്തിൽ ഓടി. കേട്ടിട്ട് തന്നെ പേടിയാവും. ദൈവമേ, എന്തൊരു വിധിയാണിത്. ഏട്ടാ, എനിക്കിനി ഓടാൻ വയ്യാന്ന് പറഞ്ഞ് എന്റെ ചെന്നി കരഞ്ഞപ്പോഴും അവളെയും മോനെയും വലിച്ച് ഞാൻ നിർത്താതെ ഓടി. ചുറ്റിലും മരങ്ങൾ വീഴുന്നതിന്റെയും കൂറ്റൻ പാറക്കല്ലുകൾ പരസ്പരം ഇടിച്ചു തെറിക്കുന്നതിന്റെയും കാതടപ്പിക്കുന്ന ഭീകര ശബ്ദം ചെവികളിൽ തട്ടി പ്രതിധ്വനിച്ചുകൊണ്ടിരുന്നു. ഉറക്കെ കരയാൻ മനസ്സ് ഒതിച്ചെങ്കിലും എന്റെ ജെന്നിയും മോനും പേടിക്കാതിരിക്കാൻ വേണ്ടി ഉള്ളിലൊതുക്കി ഞാനത്. എനിക്ക് കേൾക്കാൻ വയ്യ. നെഞ്ച് പൊട്ടിപ്പിളരുന്ന പോലെ. രക്ഷപ്പെട്ടു എന്ന് കരുതി ഒരു നിമിഷം ശ്വാസം എടുക്കാൻ നിന്നപ്പോ കുലം കൊത്തി ഒഴുകി വന്ന മലവെള്ളം എന്റെ പൊന്നു മോനെയും ജെന്നിയെയും എന്റെ കൈകളിൽ നിന്ന് തട്ടിയെടുത്തുകൊണ്ടുപോയി. ആർത്തലച്ച് കരയാനല്ലാതെ മറ്റൊന്നിനും എനിക്ക് കഴിഞ്ഞില്ല. എന്റെ കൈ വിട്ടുപോയപ്പോ അച്ഛ എന്ന് വിളിച്ചുള്ള എന്റെ പൊന്നുമോന്റെ അറക്കരച്ച് ആണിപ്പോഴും എന്റെ കാതിൽ. കഴിഞ്ഞ 20 ദിവസമായി രാപ്പകൽ അവരെ തേടി അലയുകയാണ് ഞാൻ. അവർ ജീവനോടെ ഉണ്ടോ ഇല്ലേ എന്ന് പോലും അറിയില്ല. ഈ ക്യാമ്പിലെത്തിയ ശേഷം കരളലയിപ്പിക്കുന്ന ചങ്ക് പിളർക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഞാൻ കേട്ടു. പരസ്പരം ആശ്വസിപ്പിക്കാൻ അതല്ലേ പറ്റൂ. അകലേക്ക് നോക്കിയിരിക്കുന്ന ആയിത്തയെ കണ്ടു. നൊന്നുപെറ്റ ഏകമകൾ മണ്ണിനടിയിൽ പെട്ടു. പിടഞ്ഞു മരിക്കുന്നത് നേരിൽ കാണേണ്ടി വന്നു. മനസ്സിന്റെ സമനത്തെത്തിപ്പോയ നിർഭാഗ്യവതിയാണവർ. ഗൾഫിൽ നിന്നും ലീവിൽ വന്ന ഭർത്താവ് കൂറ്റൻ പാറക്കഷ്ണം വീണ് ഛിന്നഭിന്നമായി പോകുന്നത് നേരിൽ കാണേണ്ടി വന്ന ഭാര്യയാണ്.
അപ്പുറത്തിരിക്കുന്ന ആ ചേച്ചി. ഇതിനിടയിൽ ആരാണെന്ന് സ്വയം തിരിച്ചറിയാനാവാതെ, പോകാൻ ഒരിടമില്ലാതെ, ശത്രു ആരാണ് മിത്രമാരാണെന്നൊന്നും അറിയാതെ ഞാനും ഇങ്ങനെ എത്ര കാലം. അറിയില്ല എനിക്ക്. തന്നെ തിരഞ്ഞ് ആരെങ്കിലും വരാതിരിക്കില്ല. സമാധാനമായിരിക്കൂ. ആര് വന്നാലും ശരിക്കു ബോധ്യപ്പെടാതെ കൂടെ പോവരുത് കേട്ടോ. ഈ ദുരന്തത്തിന്റെ ഇടയിലും പലർക്കും പല ലക്ഷ്യങ്ങളുമുണ്ട്. അറിയാം. പോലീസ് എന്റെ ഫോട്ടോ പത്രത്തിലിട്ടിരുന്നു. അത് കണ്ട് എന്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് 3 പേർ വന്നു. അവരുടെ കള്ളത്തരം പോലീസ് തന്നെ പുറത്തു കൊണ്ടുവന്നു. ഞാൻ രക്ഷപ്പെട്ടു. ശരിക്കുള്ള ആൾ തന്നെ വന്നാൽ എങ്ങനെ ഞാൻ തിരിച്ചറിയും? എനിക്കറിയില്ല. എന്തു ചെയ്യണം, എങ്ങോട്ട് പോകണം ഒന്നും അറിയില്ല. എന്നെ ഈ അവസ്ഥയിലെത്തിച്ച ദൈവം തന്നെ ഒരു മാർഗം കാണിച്ചു തരും. വിഷമിക്കാതിരിക്കും. സത്യമായ നന്മയുള്ള സന്തോഷം തരുന്ന ഒരു വഴി തെളിഞ്ഞു വരും. ഇത് എൻ്റെ മൊബൈൽ നമ്പറാണ്. ഒരു സഹോദരനായിട്ടോ സുഹൃത്തായിട്ടോ കരുതിക്കോളൂ. എപ്പോ ആവശ്യം വന്നാലും വിളിക്കാം. ആരുമില്ലാതെ അനാഥയാകുന്ന ഒരവസ്ഥ തനിക്ക് വരില്ല. ഞാൻ ഉറപ്പു തരുന്നു. ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ ഈ നിസ്സഹായാവസ്ഥ മുതലെടുക്കാൻ മാത്രം ശ്രമിച്ച നിരവധി പേർക്കിടയിൽ നന്മയുടെ നിലാവെളിച്ചമായ നിങ്ങൾക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇന്നലകളെ ഓർത്ത് വിലപിക്കാതെ വരാനുള്ള നല്ല നാളുകളെ ഓർക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം പ്രതീക്ഷയോടെ.